യോ ബോയ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും ഗെയിം കമൻഡറിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. നമ്മുടെ സ്പടികം അനാർക്കി, അതായത് കേരളത്തിലെ വൺ ഓഫ് ദി മോസ്റ്റ് പോപ്പുലർ അനാർക്കി സെർവറിൽ കളിക്കാൻ പോവാണ്. ഇന്നായിരുന്നു നമ്മുടെ റീലോഞ്ച് സ്പടികം 1.1ൻ്റെ. സോ നമ്മൾ ആയതിന് സ്പൂണിൽ നിന്ന് രക്ഷപ്പെട്ട് നല്ല ബേസൊക്കെ ഉണ്ടാക്കി പതുക്കെ ഒരു നല്ല ടീമൊക്കെ സെർവർ സെറ്റപ്പ് എടുക്കാൻ പോവുകയാണ്. നമ്മുടെ ബേസൊക്കെ കുറച്ച് ദൂരെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആൾക്കാരൊക്കെ ജോയിൻ ആവുന്നതേ ഉള്ളൂ. ഇപ്പം അങ്ങോട്ട് ലോഞ്ച് കഴിഞ്ഞതേ ഉള്ളൂ. നല്ല പിങ്ങൊക്കെ ഉണ്ട്. സോ പറ്റുന്നവരെല്ലാവരും കയറി കളിക്കുക. ഓക്കെ, നമുക്ക് നമ്മുടെ പരിപാടി തുടങ്ങാം. നമ്മുടെ ഇവിടെയാണ് സ്പോണായത്. നമുക്ക് ചാടി നോക്കാം നന്നായിട്ട്. ഡോൾഫിനൊക്കെ ഉണ്ട് കേട്ടോ. നല്ല പിങ്ങുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, സ്പോണിൽ ഇതുവരെ ആരും ഒന്നും എത്തിയിട്ടില്ല. 2-3 പ്ലേയേഴ്സിനൊക്കെ ഞാൻ കണ്ടതേ ഉള്ളൂ. സോ അത്യാവശ്യം ഗുഡ് സംഭവമൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. നമ്മുടെ ഇന്നത്തെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഒരു 4000 ബ്ലോക്ക് സഞ്ചരിക്കണം നമ്മളെ സ്പോണിൽ നിന്ന്. മാത്രമല്ല, നമ്മൾ ഫസ്റ്റ് തന്നെ എൻ്റർ ആകണേ കൊല്ലുന്നൊന്നുമില്ല. കാരണം നമുക്ക് എന്താ പറയുക, അതിനുള്ള ആളില്ല. അതുകൊണ്ട് ഇവിടെയൊക്കെ ഒത്തിരി പ്ലേയേഴ്സ് ടീമായിട്ട് വന്ന് കൊല്ലാൻ നിൽപ്പുണ്ട്. ഇപ്പം ലോഞ്ച് ആയതേ ഉള്ളൂ. സോ നമുക്ക് കഴിവില്ലെന്നുള്ള ഫാക്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടതായിരിക്കുന്നു. പറ്റുമല്ല. എന്നെ കൊല്ലല്ല, ഓടിക്കോ. പുറകെ ഉണ്ടോ നോക്കാം. ഇല്ല, അവൻ പുറകെ ഇല്ല. ഉണ്ടറാ, അവന് പുറകെ ഉണ്ടറാ. ഓ മൈ ഗോഡ്. കാണാനില്ല. കുറച്ച് വുഡ് വെട്ടാ ആദ്യം. സ്ത്രീ ആരോ വരുന്നുണ്ട്. അയ്യോ, ഓടി. ആ ചാട്ടാ, ചത്ത് കൊന്ന്. അങ്ങനെ സെർവറിലെ ആദ്യത്തെ ഡെഡ് ബോഡി നമ്മളായിരുന്നു. സന്തോഷം മാത്രമേ ഉള്ളൂ, സങ്കടമൊന്നുമില്ല. എന്നാലും അവനെ കണ്ടുപിടിച്ച് നമ്മൾ കൊല്ലുന്നതായിരിക്കും. അങ്ങനെ നമ്മളെ കൊന്നവനൊന്നും സെർവർ വെറുതെ നടക്കണ്ട. നമ്മളെ കൊന്നത് ആരാന്ന് വെച്ചാൽ ഡബ്ല്യൂരിയർ ഗോജോ ആണ് നമ്മളെ കൊന്നത്. അവനെ നമ്മൾ കൊല്ലും. അവൻ നമ്മുടെ എനിമി ലിസ്റ്റിലെ പേര് പിടിച്ചിരിക്കുന്നു. അവൻ നമ്മുടെ എനിമി ലിസ്റ്റ് ഇടം പിടിച്ചിരിക്കുന്നു. നമ്മുടെ എനിമി ലിസ്റ്റ് ഞാൻ ഓരോ പേരായിട്ട് ഇടുന്നതായിരിക്കും. നമ്മൾ അവന്മാരെല്ലാം തെരഞ്ഞു പിടിച്ചടിക്കും. സോ അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും കമാൻഡർ വിട്ടുവീഴ്ച കാണിക്കാറില്ല. പെട്ടെന്ന് പ്ലാങ്ക്, ക്രാഫ്റ്റിംഗ് ടേബിൾ, സ്റ്റിക്ക്. ഒക്കെ നമുക്ക് ഇവനെ കൊല്ലാം. നമുക്കൊരു കില്ല് വേണ്ട. എല്ലാവരും ഓടാ. നിക്കടാ കൂട്ടാ. അവനെ പിടിക്കാൻ പോവാണ്. ഒന്ന് പിങ്ങില്ലാത്ത 2 3. ഓക്കെ, അവനെ തീർത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് കില്ല് ജിത്ത് 28 എന്ന് പറയുന്ന പുള്ളിയാണ്. സോ ബ്രോ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എനിക്ക് സോറി ഒന്നും ചോദിക്കാനുള്ള മനസ്സില്ല, കാരണം ഞാൻ ബ്രോയിനെ അടിച്ചു ഒപ്പിച്ചതാണ്. ഓക്കെ, അങ്ങനെ നമ്മുടെ നെക്സ്റ്റ് പരിപാടി എന്താ പറയുക, കോബിൾ സ്റ്റോൺ മൈൻ ചെയ്യണം. നമ്മളാവൂത്ത കുണ്ടി. നമ്മൾ കുറച്ച് കോബിൾ സ്റ്റോൺ മൈൻ ചെയ്തിട്ടുണ്ട്.
നമ്മളാ ഡബ്ല്യൂരിയർ കോച്ച് എന്ന് പറയുന്നവനെ തേടി പിടിച്ചടിക്കുന്നതായിരിക്കും. എങ്ങനെയൊന്നും നമ്മൾ വിട്ടുവീഴ്ച കാണിക്കുന്നില്ല. അവനെ പിടിച്ചടിക്കാം. അവനെ ഒന്നെങ്കിൽ ടി പി അക്സെപ്റ്റ് ചെയ്യുക, അല്ലെ നമ്മളവനെ കണ്ടുപിടിച്ചടിക്കും. ഓക്കെ, അവൻ മൈൻഡ് ചെയ്യുകയാണെന്നാണ് നമുക്ക് ചാറ്റിൽ കണ്ട റിപ്പോർട്ട് അനുസരിച്ച് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ മൈൻഡ് ചെയ്യാട്ടോ, അവനെ നമ്മൾ പിടിക്കും. അവനെ നമ്മൾ കണ്ടുപിടിക്കും. നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ അവനെ അടിക്കും, ഉറപ്പാ. അവനെ കാണാനില്ല. ഓ ഗൈസ്, നമുക്ക് ഫുഡില്ല. നമ്മളിങ്ങനെ പോയാൽ നമ്മൾ ചത്തുപോകും. സോ പെട്ടെന്ന് ഫുഡ് ഉണ്ടാക്കണം. എന്താ പറയാ, നമ്മൾ 2 കോഴിനെ തല്ലിക്കൊന്നായിരുന്നു. നമുക്ക് ആ കോഴീനെ അങ്ങ് വറുത്ത് പൊരിച്ച് കഴിക്കാം. ടെലിപ്പോർട്ട് റിക്വസ്റ്റ് ആണ് അക്സെപ്റ്റ് ചെയ്തില്ല ഗൈസ്. നമ്മൾ ടെലിപ്പോർട്ട് റിക്വസ്റ്റ് പേടിയാ. അല്ല, നമ്മളോട് കളിക്കുന്ന ആരും ഒന്ന് പേടിക്കേണ്ടതല്ലേ. നമുക്ക് ചിക്കൻ വേവിക്കാം. നമുക്ക് കുറച്ച് വുഡ് വെട്ടാം. എന്നിട്ട് നമുക്ക് എന്താ പറയുക, പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഷീപ്പിനെ കാണുകയാണെങ്കിൽ തല്ലിക്കൊല്ലുക, ബെഡ് ഉണ്ടാക്കുക. പക്ഷെ നമുക്ക് സർവൈവലെ പോലെ സ്റ്റാർട്ടർ ബേസ് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അനാർക്കിയാണ്, ഹിഡൻ ബേസേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സോ നമ്മൾ വല്ല മലയും തുറന്ന് അവിടെ ഒരു ബേസ് ഉണ്ടാക്കുന്നതായിരിക്കും. ഓക്കെ, ചിക്കൻ റെഡി. ഇവിടെ സ്ഥലം ഇടാം. നമ്മുടെ ഇവിടെ അത്ര സേഫ് അല്ല. Come on guys, let's go. ഓക്കെ, നമ്മൾ വരുന്ന സ്പേഴ്സ് ഫോറസ്റ്റ് ഉണ്ട്. നമുക്ക് നൈറ്റ് ആയി, നമുക്ക് കിടക്കാൻ ഫുഡില്ല, ബെഡില്ല, ഒന്നുമില്ല. സോ ഏതിലെ തുരങ്കം തുറന്ന് അതിനകത്ത് താമസിക്കണം. അതിനകത്ത് ഫുഡ് കഴിക്കുക. നമ്മുടെ വിശപ്പ് നമ്മൾ അകറ്റിയിട്ടുണ്ട്. നൈറ്റ് ആയി, കാണത്തൊന്നുമില്ല. നമുക്ക് രണ്ടും കളിപ്പിച്ച് ഓടാം. സോംബിയിലോ മറ്റോണല്ലോ കുഴിക്കകത്തും കയറി ഒളിക്കുക. അത്രേ ഉള്ളൂ പരിപാടി. ഓടിക്കും. അതേ പന്നിക്കുട്ട. ചന്ദ്രന്റെ വെട്ടമാണ് നിങ്ങൾ ഈ മരത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. സൂര്യന്റെ വെട്ടമാണോ? അതല്ലേ സൂര്യൻ. ഇപ്പൊ ചന്ദ്രന്റെ വെട്ടമാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഏതെല്ലാം സ്പേഴ്സ് ബയമേ പോകണമെന്ന് നിർബന്ധം. അയൺ കിട്ടി. ഒരു കൊബിൾ സ്റ്റോൺ പിക്കാസ് ഉണ്ടാക്കിയിട്ട് അയൺ വാങ്ങിച്ചെടുക്കാം. എന്താണെന്ന് അറിയത്തില്ല, രാവിലെ ആയിട്ടുണ്ട്. ആരെങ്കിലും കിടന്ന് കാണണം. പിന്നെ കിടന്ന ആൾക്കൊരു ബിഗ് ഷൗട്ട് ഔട്ട്, താങ്ക്സ്. നമുക്ക് ഫസ്റ്റ് അയൺ നമ്മളെടുത്ത് സെർവറിലെ ഫസ്റ്റ് അയൺ ആണോന്ന് എനിക്ക് അറിയത്തില്ല. ഏതായാലും നമ്മൾ സ്മെൽറ്റ് ചെയ്യാൻ പോവാണ്. അഡ്വാൻസ്മെന്റ് ആദ്യം തന്നെ ഇരിക്കട്ടെ. നമുക്കിവിടെ വേറെ അയൺ ഉണ്ട്, അതും കൂടെ വരാം. പറ്റുമെങ്കിൽ ഒരു ചെസ്റ്റ് പ്ലേറ്റ് നമ്മളിപ്പോൾ തന്നെ അങ്ങ് ഉണ്ടാക്കും. ചിലപ്പോൾ ഞാൻ ഇന്ന് തന്നെ ആ ഡ്രാഗണെ കൊല്ലും, പറയാൻ പറ്റത്തില്ല. അതൊക്കെ എൻ്റെ മൂഡ് അനുസരിച്ചിരിക്കും. നമുക്കിപ്പോൾ ഡ്രാഗണെ കൊല്ലണമെന്ന് തോന്നുവാണെങ്കിൽ നമ്മളപ്പോൾ തന്നെ ഡ്രാഗണെ കൊല്ലും. അല്ല പിന്നെ നമ്മളോടാ കളി. നമുക്ക് ഏതായാലും കാര്യമായിട്ടൊന്നും ഉണ്ടാക്കാൻ കിട്ടിയില്ല. ഏതായാലും കിട്ടിയത് എടുത്തോണ്ട് പോകാം. വാ. ഷീപ്പ്.
നമ്മൾ ആരെയോ കാണുന്നുണ്ട്. നമ്മുടെ എനിമി മറ്റേ പുള്ളിയാണോ എന്ന് എനിക്കറിയത്തില്ല. അതായത് നമുക്ക് ആരെ അങ്ങ് അടിച്ചു കൊന്നേക്കാം. എനിക്ക് ഓടരുത് ഓടരുത് ഓടരുത്, എനിക്ക് ഓടുന്നത് ഇഷ്ടമല്ല. നമ്മുടെ സെക്കൻഡ് കില്ല് മോനെ ഓടിയാ നീ മേടിക്കും. അവനെ നമ്മൾ തീർത്തിട്ടുണ്ട്. അവൻ്റെ ലൂട്ട് മൊത്തം വാരാ. അവൻ്റെ ലാസ്റ്റ് ഫുഡ് ഉണ്ടായിരുന്നു. സോ ലുബാരെ ആ വില്ലേജ് ലൂട്ട് നമ്മളിന്ന്. ആ വില്ലേജിൽ ആളുണ്ട്. ആ വില്ലേജ് ലൂട്ട് ആദ്യം. ആര് വരുന്നുണ്ട് കേട്ടോ, വരുന്നു. അടിച്ചു തോപ്പിക്കോളാം. പിന്നെ അല്ല, നമ്മളോടാ കളി. നമുക്ക് ഒളിച്ചിരിക്കാം. നമുക്ക് ഒളിച്ചിരിക്കാം. സേഫ് അല്ലേ? അവിടെ വരുന്നതിന് മുമ്പ് നമുക്ക് ഒളിച്ചിരിക്കണം. ഫുഡ് കുക്ക് ചെയ്യാൻ വെക്കാം. നമ്മുടെ കയ്യിൽ ഹെൽത്ത് ഇല്ല. ഓ മൈ ഗോഡ് ഗൈസ്, നമ്മളൊരു വളരെ മോശം അവസ്ഥയിലാണ്. അവൻ വരുന്നതിന് മുമ്പ് ഫുഡ് കുക്ക് ചെയ്ത് നമ്മൾ തിന്നണം, അല്ല പണിയാവും. ഓക്കെ, വാടാ ഇനി വാടാ. ദേവൻ അവനെ ഇപ്പൊ കണ്ടായിരുന്നു ഇവിടെ. അയ്യോ, അവൻ്റെ പോർക്ക് അടിച്ചോണ്ട് പോയി തെണ്ടി. തെണ്ടിനെ ഞാൻ വിടുന്നില്ല. അവൻ്റെ പേര് ഫോർമാൻ എന്നാണ്. അവനും നമ്മുടെ വേണ്ട പാവമില്ല, നമ്മളല്ല അവനെ കൊന്നത്. അവൻ നമ്മളെ കൊന്നില്ലല്ലോ. സോ അവനെ നമ്മുടെ എനിമി ലിസ്റ്റിൽ വെക്കുന്നില്ല. ഇവിടുത്തെ ബെഡൊക്കെ ആരോ അടിച്ചോണ്ട് പോയി. ആരാവെന്ന് നമുക്ക് അറിഞ്ഞൂടാ. ഈ വില്ലേജിന്റെ അവസ്ഥ 2 ആഴ്ച കഴിയുമ്പോൾ വളരെ ദയനീയമായിരിക്കുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. ഇവിടെ ഒരു വെല്ലൊക്കെ ഉണ്ട്. അത്യാവശ്യം കാണാൻ ഭംഗിയുള്ള വില്ലേജ് ആയിരുന്നു. ഇവന്മാർ ഈ വുഡ് വെട്ടിക്കൊണ്ട് പോകണ്ടായിരുന്നു. ആരോ വരുന്നു. നീ അല്ലടാ എന്നെ കൊന്നത്. നാറി ചേറ്റ, കാട്ടു ചേറ്റ, തെണ്ടി പൊട്ടി ചേറ്റെ, നീ എന്നെ കൊല്ലുവല്ലേടാ നാറി. അവനെ നമ്മൾ വെറുതെ വിടുന്ന പ്രശ്നമില്ല. അവൻ നമ്മൾ ആക്സ് ഉണ്ടാക്കി അടിക്കും. നമ്മൾ ആരാന്ന് അവൻ്റെ വിചാരം. അവനെ തീർത്തിട്ടേ ഉള്ളൂ. നമ്മുടെ ലൂട്ട് തിരിച്ചെടുക്കണം. അവനോട് ലൂട്ട് തിരിച്ചെടുക്കണം. അവൻ ഏരി വിട്ടാൽ തെറ്റി പോകത്തില്ല. ഓക്കെ, നമ്മളിതാണ് തീർക്കും. ഇന്ന് അവനെ നമ്മൾ തീർക്കും. തീർത്തില്ല എൻ്റെ പേര് ഗെയിം കമാൻഡർ നല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഏത് തീർത്തില്ല ഒന്നുമില്ല. അതായത് നമ്മൾ തീർക്കാൻ മാക്സിമം നോക്കും, അത്രേ ഉള്ളൂ. അതല്ലേ പ്രത്യേകിച്ച് ഇപ്പം എന്നാ നടക്കാനാ. അവൻ നമ്മുടെ സാധനം അവൻ ആ ചെക്കൻ അവൻ്റെ പേര് ഓടിക്കോ. അവൻ എൻ്റെ ഇത്ര ഡാമേജ്. ഈ സാധനം അടിക്ക് ഭയങ്കര ഡാമേജ് കയറി. നിങ്ങളുണ്ടായിരുന്നോ? കണ്ടോ ചത്ത്. ഓടിക്കോ. കണ്ടമ്പഴി ഓടിക്കോ. ഏരിയ നിൽക്കണ്ട. നല്ല ഡാമേജ് കയറിയിട്ടുണ്ട്. അവൻ ഒറ്റ അടി അടിച്ചുള്ളൂ. പക്ഷെ ഡാമേജ് ഭയങ്കര ഡാമേജ് ആയിരുന്നത്. ഒരടിയും കൂടെ കിട്ടിയാൽ നമ്മുടെ കാര്യം കട്ടപ്പകയാണ്. പുറകെ ഉണ്ട്. എനിക്കൊന്നും പറയാനില്ല. എനിക്ക് നിങ്ങളെ സിനിമാറ്റിക് വ്യൂ കാണിക്കാൻ പോലും സമയമില്ല. ആ അവസ്ഥയാണ്. നമ്മൾ സ്പോണിന്റെ ചുറ്റും ഓടും. അല്ലെ, അവനല്ലേ ഓർമാനല്ല നമ്മളെ കൊന്നത്. ഇത് നമ്മുടെ എനിമി ലിസ്റ്റിലുള്ള മറ്റേ ചെക്കനായിരുന്നു. അയ്യോ, നമ്മുടെ എനിമി ലിസ്റ്റ് 5 കില്ല. പോടാ. നീ എന്നെ ഒന്നുകൂടെ പിഴയടാ. നീ എന്നെ പിടിക്കുമല്ലോടാ. നമ്മൾ മാൻഹണ്ട് കളിച്ചിട്ടാണല്ലോ ഇവനെ എന്ത് തീർക്കും. കാരണം നമ്മളെ 2 തവണ തന്നെ കൊന്നിട്ടുണ്ട്. സോ ഇവൻ ഇന്ന് ഇവിടെ വാഴണ്ട. നമ്മൾ അവനെ തീർക്കും. അവനെ നമ്മൾ തീർക്കും. നമ്മൾ നീന്തിയോ കടല് നീന്തിയോ എന്നാ പരിപാടി നമുക്ക് രക്ഷപ്പെടും ഇവിടുന്ന്. നമ്മുടെ പുറകെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അറിയത്തില്ല. ഇല്ല, നമ്മുടെ പുറകെ ഇല്ല.
ചാവരുത്. അവനെ നമ്മൾ വെറുതെ വിടുന്ന പ്രശ്നമൊന്നുമില്ല. എല്ലാവരും തൽക്കാലം ഇവിടുന്ന് രക്ഷപ്പെടാൻ പോവാണ്. നമ്മൾ അവൻ എങ്ങോട്ട് പോകുന്നു അവൻ്റെ ഫോളോ അവനെ തീർക്കും. നമ്മുടെ എനിമി ലിസ്റ്റ് നമ്മൾ വെറുതെ തീർക്കാനുള്ള സംഭവമല്ല. എന്നാന്നറിയത്തില്ല, നമ്മുടെ PvP സ്കില്ലൊക്കെ നശിച്ചു പോയി. എന്നാ ചെയ്യാനാ? അവനെ വെറുതെ വിടുന്ന കളിയില്ല. നമ്മളിപ്പോൾ എത്രയാ 3 തവണയാന്ന് തോന്നുന്നു, 3-2 തവണയാണ് നമ്മളെ കൊന്നിട്ടുണ്ട്. ആരും ഡയമണ്ട് ആർമറാണ് ഈ സമയം കൊണ്ട്. പിള്ളേരൊക്കെ ഒരു കാര്യം, നമ്മുടെ ഡ്രാഗണിൻ്റെ കാര്യം ഇച്ചിരി ദൂരെയാണ്. ചിലപ്പോൾ എക്സ്റേ അലോഡ് ആയിരിക്കും ഗൈസ്, അല്ലെങ്കിൽ ഇവന്മാരുടെ ഇത്ര ഡയമണ്ട് ആർമർ ആവുമോ? അതൊക്കെ ലോജിക്കില്ലേ? മൊത്തം ആൻഡസൈറ്റ് ഉണ്ട്, കോബിൾ സ്റ്റോൺ പോലും കാണാനില്ല. എന്ന അവസ്ഥയാന്ന് ആലോചിക്കണം. 2 3 4 5. അവനെ നമുക്ക് ഡയറക്റ്റ് PvP തോപ്പിക്കാൻ പാടായിരിക്കും. സോ നമ്മൾ അതിന് ട്രാപ്പ് ഉണ്ടാക്കണം. നൈസ്. WR ഗോജോ അയണിങ്ങായിട്ട് ആയിട്ടുണ്ട്. ഇനി ഇവിടെ അടുത്ത് എവിടെ ഉണ്ടാകും, നമ്മൾ വെറുതെ വിടുന്ന പ്രശ്നം. നമുക്ക് ആ കേവിൽ കയറി വലിയ ആർമറോ സംഭവമോ ഉണ്ടാക്കാൻ പറ്റുമോ നോക്കാം. നമുക്ക് ഇവിടെ അയണൊന്നും കിട്ടിയില്ല, നമുക്ക് കിട്ടിയാൽ എടുക്കാൻ പെട്ടെന്ന്. നമ്മൾ അവനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ഗൈസ്. തീർന്നടാ. ഈ ഡെന്റലിനെ കൊന്നിട്ട് നീ, ഈ കമാൻഡറിനെ കൊന്നിട്ട് നീ ഇവിടെ ജീവിക്കണ്ടോ? നീ തീർന്നു പോനെ, നീ തീർന്നു. നമുക്ക് ഏതായാലും ആവശ്യം വരുമെന്ന് നടത്തിട്ട് ഒരു ബോട്ട് ഉണ്ടാക്കി വെക്കാം. പറയാൻ പറ്റത്തില്ലേ, നമ്മുടെ വാശിയും വീര്യവും ഒക്കെ അവനെ എപ്പോൾ അടിച്ചിടുമെന്ന് അറിയത്തില്ല. നമ്മളെ കളിയൊക്കെ ചാറ്റില് അവനെ തീർക്കും. തീർത്തില്ല ശരിയാവോ? നിങ്ങൾ പറ. നമ്മൾ വെറുതെ നിൽക്കുമായിരുന്നു, അവൻ നമ്മളെ വന്ന് അടിച്ചു. ലെഫ്റ്റായി ജോയിന്. നമ്മൾ വെറുതെ നിൽക്കുമായിരുന്നു, അവൻ നമ്മളെ വന്ന് അടിച്ചു. നമ്മൾ തിരിച്ചടിച്ചു. എന്നിട്ട് അവൻ നമ്മളെ പിന്നെ അടിച്ചു. നമ്മൾ എന്നെ ചെയ്യാനായി? അങ്ങനെയൊക്കെ കൊടുത്താൽ ഇവനൊക്കെ പഠിക്കുള്ളൂ. കോഴിനെ പോലും കൊല്ലാൻ പറ്റുന്നില്ല. ആർമഡിനെ ഒന്നും കഴിക്കാനൊന്നും കിട്ടത്തില്ല, ഒരു വളരെ മോശം കാര്യമായി പോയി. വേറെ ഫുഡൊന്നും കാണാനില്ല. ഉയ്യോ, തെണ്ടി അയണിപ്പിക്കുക എക്സസൈസ്. നമ്മൾ ചത്ത്. തീർന്നു സംഭവം. ഇവിടെ വുഡ് സംഭവം കിട്ടത്തില്ല. നമ്മൾ ഒന്നും നോക്കാതെ എടുത്തങ്ങ് ചാടി. ഞാൻ റെക്കോർഡ് ചെയ്യുക, പോടാ.
മൈൻ ചെയ്യാൻ വന്നേക്കുവാണ്. ചമരെ എല്ലാവരും ഡയമണ്ട് ആകാൻ തുടങ്ങി. സോ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു, ഞാൻ എപ്പിസോഡിൽ എന്ത് ചെയ്യാൻ പോവാ, ഈ എപ്പിസോഡിൽ ഞാൻ എൻഡിൽ പോകും. ഞാൻ മാക്സിമം ഗ്രൈൻഡ് ചെയ്യാൻ പോവാം. അവന്മാർക്ക് മുമ്പ് ഞാൻ എൻഡിൽ എത്തും. സോ ഞാൻ എക്സ്റേ ഇട്ടാണ്ട് എന്നെ കാണിച്ചിട്ടാണല്ലോ ഞാൻ മൈൻ ചെയ്യും. ഞാൻ നിങ്ങളോട് കള്ളത്തരം പറയാനൊന്നും പോവല്ല. സോ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ പരിപാടി ഇവിടെ വെച്ച് തീർക്കണം. നമ്മളോട് അവൻ്റെയൊക്കെ കളി, നമ്മൾ ആരാന്ന് അവൻ്റെ വിചാരം. പവർ വരട്ടെ ഗൈസ്, പവർ വരട്ടെ. കയണം വേണം, എല്ലാം വേണം. കിട്ടുന്നത് മൊത്തം വാരി എടുത്തോണ്ട് നമുക്ക് പോകണം. നമ്മളിനി ഓവർവേഡിലോട്ട് നമ്മൾ ഓവർവേഡിലോട്ടൊന്നും പോകുന്നില്ല. നമ്മൾ ഡയറക്റ്റ് നെതറിലോട്ട് പോകാൻ പോവാണ്. 2 പിക്കാസ് ഉണ്ടാക്കി, വേറെ നമുക്ക് ആവശ്യമില്ല. മൈൻ ഷാഫ്റ്റും എല്ലാം കിട്ടിയാൽ കിട്ടിയില്ലേ പൊട്ടി. സോ നമുക്ക് ലെവൽ -56 പോകണം, എന്നാൽ ഡയമണ്ട് കിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഒരു അയൺ പിക്ക് ഉണ്ടാക്കണം. വേറൊരു പണിയുണ്ട്, നമുക്ക് വുഡില്ല അതിനൊന്നുള്ള. സോ ഒരു മൈൻ ഷാഫ്റ്റിൻ്റെ അടുത്ത് എവിടെയെങ്കിലും ആയിട്ട് കാണണം. ഞാൻ എക്സ്റേ ഇടുന്ന ലൈവ് ദൃശ്യങ്ങൾ നിങ്ങളെ കാണിക്കാൻ പോവാണ്. സോ മൈൻ ഷാഫ്റ്റ് ഒന്നും കാണാനില്ല. പണി കിട്ടിയോന്ന് എനിക്കറിയത്തില്ല. ഏതായാലും അയൺ പിക്കേഴ്സ് ഉണ്ടാക്കാനുള്ള ഡയമണ്ട് പോലും ഇല്ല. ഓ ഗൈസ്, വാട്ട് ടു ഡു. അയൺ എടുത്തിട്ട് ഓവർവേൾഡിൽ പോകേണ്ട അവസ്ഥയായല്ലോ. ഇവരോട് തന്നെ ചോദിച്ചു നോക്കാം, വല്ല മൈൻ ഷാഫ്റ്റും ഇല്ല എൻ്റെ അടുത്ത് കണ്ടോന്ന്. നമ്മൾ എടുത്ത് ചാടി, അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. നമുക്ക് പെട്ടെന്ന് റോഡിൽ പോയിട്ട് വുഡ് വെട്ടിക്കൊണ്ട് വരാം. ഓടിക്കോ. നമുക്ക് പെട്ടെന്ന് പോയി വുഡ് എടുത്തോണ്ട് വരണം. നമുക്ക് സമയമില്ല. നമുക്ക് ഇന്ന് ഡ്രാഗനെ കൊല്ലാനുള്ളതാണ്. സോ നമുക്ക് സമയമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ വുഡ് എടുക്കണം. സ്പീഡ് റൺ ആണ്, എൻ്റെ ഫസ്റ്റ് സ്പീഡ് റൺ ആണ്.
അതൊരു അൺആർസി സെർവറിൽ എന്താവുമെന്നൊന്നും അറിയത്തില്ല. നമുക്ക് ഏതായാലും പണി ചെയ്ത് നോക്കാം. അയ്യോ, ഇവൻ ആരെയോ ഞാൻ കണ്ടു.